അതെ, ഇതെന്നെ കേക്കെല്ലാം കൂടെ നിരത്തി വെച്ചേക്കുന്നതെന്നാണോ? 3 കേക്ക് ചെയ്യാനുണ്ടായിരുന്ന ഒരു ദിവസത്തെ വീഡിയോ എടുത്തതായിരുന്നേ. അപ്പം ഗാലറി കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇന്നിപ്പോൾ ഓഫ് ഡേ ആയെന്ന് എഡിറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ നിങ്ങളുമായിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ. 3 സെയിം ഫ്ലേവറായിരുന്നു കേട്ടോ, വാനില ഫ്ലേവർ. അതുപോലെ തന്നെ 3 പിങ്ക് കളറുമായിരുന്നു. എന്താണ് വാനില ഫ്ലേവർ വരാനുള്ള കാരണം എന്നറിയാമോ? അത് 3 പേരും മലയാളികളല്ല, വേറെ രാജ്യക്കാരാണ്. മലയാളികളല്ലാത്തൊരു പുതിയ കസ്റ്റമർ വരുമ്പം ഞാൻ എൻ്റെ ഈ ഫ്ലേവർ ലിസ്റ്റ് മെനു അങ്ങ് അയച്ചു കൊടുക്കുമ്പം അവർ അത് നോക്കുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. അവർ പറയും ഞങ്ങൾക്ക് വാനില മതി. എന്താണെന്നറിയില്ല, ചിലപ്പോൾ അവരുടെ ആ ഒരു മനസ്സിലെ കൺസെപ്റ്റ് കൊണ്ടായിരിക്കാം അവർ സ്റ്റാർട്ട് ചെയ്യുക വാനിലയിലാണ്. അപ്പോൾ വാനിലയ്ക്കകത്ത് ഇനി നമ്മൾ എന്ത് മാജിക്ക് കാണിക്കാനാണ്? അപ്പോൾ ഞാൻ വാനിലയ്ക്കകത്ത് കുറച്ച് ക്രീം ചീസ് ഫ്രോസ്റ്റിങ് വെച്ചിട്ട് വാനില വെൽവെറ്റ് ആക്കി കൊടുക്കും. അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നെക്സ്റ്റ് ടൈം അവർ വീണ്ടും ഇത് തന്നെ ഓർഡർ ചെയ്യും. അപ്പം ഞാൻ അവരോട് പറയും ഒത്തിരി ഫ്ലേവേഴ്സ് ഉണ്ട്, ഇതിലും നല്ല ഫ്ലേവേഴ്സ് ഉണ്ടെന്നൊക്കെ പറയും. ചിലരപ്പം മാറ്റി ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. എന്നാൽ മലയാളികളാണെങ്കിൽ ചില കസ്റ്റമേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം മേടിക്കുമ്പോഴും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ട്. ചിലർ പിസ്താഷ്യോ മേടിച്ചെങ്കിൽ അതിൽ തന്നെ 3-4 വർഷങ്ങളായിട്ട് സ്റ്റക്കായി കിടക്കുന്നവരും ഉണ്ട് കേട്ടോ. പ്രിയാസവൻ്റെ ഈ 4 വർഷത്തെ ജേണിയിൽ ഒരുപാട് തരം കസ്റ്റമേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഒത്തിരി കഥകളും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേക്കിൻ്റെ ബാക്കിയുള്ള വീഡിയോയും കുറേ കഥകളും ഒക്കെ ആയിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.